കൺവേർജൻസ് ടെസ്റ്റിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. എല്ലിന് ലിമിറ്റ് കെ ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ യു കെ. ഈ യു കെ എന്ന് പറയുന്നത് ജനറൽ ടേം ആണ്. അത് നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ ചെയ്തവർക്ക് അത് മനസ്സിലാവും. സോ എല്ലിനൊരു വാല്യൂ കിട്ടുമല്ലോ നമ്മളിങ്ങനൊരു കണ്ടീഷൻ ഇട്ട് കൊടുക്കുമ്പോൾ. ആ കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ദ സീരീസ് കൺവേർജസ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ സീരീസ് ഡൈവേർജസ് ആയിരിക്കും. ആൻഡ് ഈക്വൽ ടു 1. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലിൻ്റെ വാല്യൂ 1 ആണ് കിട്ടുന്നതെങ്കിൽ സീരീസ് മേ കൺവേർജ് ഓർ ഡൈവേർജ്. നമുക്ക് ഒന്നെങ്കിൽ കൺവേർജ് ആയിരിക്കും, ഡൈവേർജ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ അനദർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഈ ടെസ്റ്റ് നിർത്തിയിട്ട് നെക്സ്റ്റ് ടെസ്റ്റ് നമുക്കറിയാവുന്ന ഇപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ, റേഷ്യോ, റൂട്ട് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വേറൊരു ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ റൂട്ട് ടെസ്റ്റ് ആണോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫാക്ടോറിയൽ വരുന്നത്? ഫാക്ടോറിയൽ അല്ലെങ്കിൽ കേത്ത് പവർ, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു നമ്പറിന് റേസ് ടു പവർ ആയിട്ട് കെ വരുവാണ്, 3 റേസ് ടു കെ പവർ ആയിട്ട് കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ടെസ്റ്റാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് സീരീസ് കൺവേർജസ് ഓർ ഡൈവേർജസ്. അപ്പം ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു ഫാക്ടോറിയൽ ആണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഫാക്ടോറിയൽ ഒക്കെ ക്വസ്റ്റ്യനിൽ വരുവാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഏതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഫാക്ടോറിയൽ വരുവാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇന്ന ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് വരത്തില്ല. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഏത് ടെസ്റ്റാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുക അതാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഫാക്ടോറിയൽ പവർ കെ ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അപ്പം 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇങ്ങനെയാണ്. അതായത് ഒന്ന് കുറച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുക എന്നുള്ളതാണ് 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പം 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇതാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ 4 ഫാക്ടോറിയലിനെ എനിക്ക് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ്? 3 ഫാക്ടോറിയലാണ്. ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 1/k ഫാക്ടോറിയൽ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. k is equal to 1 to infinity 1/k ഫാക്ടോറിയൽ ചെക്ക് ചെയ്യണം കൺവേർജസ് ആണോ ഡൈവേർജസ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം യു കെ വേണം, യു കെ പ്ലസ് 1ഉം വേണം. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് യു കെ എന്ന് പറയുന്നത്. യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കെക്ക് പകരം എന്ത് കൊടുത്താൽ മതി? കെ പ്ലസ് 1 ആക്കിയാൽ മതി. അപ്പോൾ കെ ഫാക്ടോറിയലിന് പകരം കെ പ്ലസ് 1 ഫാക്ടോറിയൽ വരും. അതാണ് യു കെയും യു കെ പ്ലസ് 1ഉം. സോ നമുക്ക് എൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലിമിറ്റ് കെ ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ഡിവൈഡ് ബൈ യു കെ ആണ്. അപ്പോൾ യു കെ പ്ലസ് 1 1/k പ്ലസ് 1 ഫാക്ടോറിയൽ ആണ്. ആൻഡ് യു കെ എന്ന് പറയുന്നത് 1/k ഫാക്ടോറിയൽ ആണ്. ഇപ്പം 4 ഫാക്ടോറിയലിനെ നമുക്ക് 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതുപോലെ കെ പ്ലസ് 1 ഫാക്ടോറിയൽ അല്ലേ, കെ പ്ലസ് 1 ഫാക്ടോറിയലിൽ നിന്ന് 1 കുറയുമ്പോൾ എന്തായിരിക്കും? കെ ഫാക്ടോറിയൽ. സോ കെ പ്ലസ് 1 ഫാക്ടോറിയലിനെ കെ പ്ലസ് 1 ഇൻറ്റു ബാക്കിയുള്ളത് എന്തായിരിക്കും? കെ ഫാക്ടോറിയൽ ആയിരിക്കും. ഇനി കെയിൽ നിന്ന് ഒന്ന് കുറച്ചല്ലേ പോവാം. അപ്പോൾ കെ പ്ലസ് 1 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു? കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. കെ പ്ലസ് 1 ഫാക്ടോറിയലിനെ കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 എന്നുള്ളത്. അപ്പോൾ മുകളിലും താഴെയും ഡിനോമിനേറ്റർ കെ ഫാക്ടോറിയൽ ഉണ്ട്. സോ അത് ക്യാൻസൽ ചെയ്ത് കളയുന്നു. ലാസ്റ്റ് എന്ത് മാത്രമേ വരുള്ളൂ? 1/k പ്ലസ് 1 അല്ലേ. അപ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് ഈ ഒരു ടേമിനാണ്. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കേക്ക് കൊടുക്കും. അപ്പോൾ എന്തായാലും 1/∞. 1/∞ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ആൻഡ് ഇറ്റ് ഇസ് ലെസ് ദാൻ 1. എൽ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ പറഞ്ഞത്? എൽ ഡൈവേർജസ് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് k/2 റേസ് ടു കെ. k is equal to 1 to infinity k/2 റേസ് ടു കെ. കെ പവറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ യു കെ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. അതുപോലെ യു കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ കെക്ക് പകരം കെ പ്ലസ് 1 വരുന്നേ ഉള്ളൂ. അപ്പോൾ കെക്ക് പകരം കെ പ്ലസ് 1 വന്നു. 2 റേസ് ടു കെ എന്ന് പറയുന്നത് കെക്ക് പകരം കെ പ്ലസ് 1. സോ ഇപ്പം കിടക്കുന്നത് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. സോ അതുപോലെയല്ലേ 2 റേസ് ടു കെ പ്ലസ് 1 കിടക്കുന്നത്. സോ നമുക്കതിനെ 2 റേസ് ടു കെ ഇൻറ്റു 2 റേസ് ടു 1 എന്ന് എഴുതാം. സോ അതാണ് 2 റേസ് ടു കെ പ്ലസ് 1നെ 2 റേസ് ടു കെ ഇൻറ്റു 2 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ യു കെ പ്ലസ് 1 നമുക്ക് കിട്ടി. അതുപോലെ യു കെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ലിമിറ്റ്
എൽ കണ്ടുപിടിക്കാനായിട്ട് ലിമിറ്റ് കെ ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ യു കെ. അതിൽ യു കെ പ്ലസ് വൺ എന്ന് പറയുന്നത് കെ പ്ലസ് വൺ ഡിവൈഡ് ബൈ 2^k/2 ആണ്. ആൻഡ് യു കെ എന്ന് പറയുന്നത് കെ ഡിവൈഡഡ് ബൈ 2^k ആണ്. ഈ 2^k ഇല്ല, കെ ഡിവൈഡഡ് ബൈ 2^k ആണ്. അപ്പം മുകളിലും താഴെയും ഡിനോമിനേറ്ററിൽ 2^k ഉള്ളതുകൊണ്ട് കട്ടായി പോവും. സോ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത് കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ കെ. സോ ഇങ്ങനെ ഡിവൈഡ് കിടക്കുവാണെങ്കിൽ നമുക്ക് കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2k എന്ന് എഴുതാനായിട്ട് പറ്റും. സോ അതാണ് ഒരു സ്റ്റെപ്പ് വരുന്നത്. ഇതിൽ മുകളിൽ കെ പ്ലസ് വൺ ഇല്ലേ, അതിൽ നിന്ന് കെ പുറത്തെടുത്താൽ എന്തായിരിക്കും വരുന്നത്? കെയിൽ നിന്ന് കെ പുറത്തെടുത്താൽ 1 വരും. 1ൽ നിന്ന് കെ പുറത്തെടുക്കുമ്പോൾ 1/k വരും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം കെ ഇൻറ്റു 1 + 1/k ഡിവൈഡഡ് ബൈ 2k. കെയും കെയും ക്യാൻസൽ ആവുന്നു. ഇനി ഈ ഒരു ടേമിനാണ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 1/1 + 1/∞ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 1/∞ 0 ആണ്. സോ ആൻസർ 1/2 എന്ന് വരും. എൽ എന്ന് പറയുന്നത് 1/2 വിച്ച് ഇസ് ലെസ് ദാൻ 1. സോ ദ സീരീസ് കൺവേർജസ്. എൽ ഇസ് കൺവേർജൻറ്റ്. ഇത് റേഷ്യോ ടെസ്റ്റിൽ ചോദിക്കാവുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ കൺവേർജൻസ് ഓഫ് 1/3 + 1 × 2 ഡിവൈഡഡ് ബൈ 3 × 5 + 1 × 2 × 3 ഡിവൈഡഡ് ബൈ 3 × 5 × 7 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ ഇതിൻ്റെ ഒരു ജനറൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 1, 2, 3 ഇങ്ങനെയല്ലേ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ആയി പോകുന്നത്. സോ 1, 2, 3 അപ് ടു കെ വരെ നമ്മൾ എടുക്കുന്നു. അടുത്ത താഴെ എന്ന് പറയുന്നത് 3, 5, 7 അപ് ടു അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ജനറൽ ടേം എങ്ങനെയാണ് 2k + 1 എന്ന് പറഞ്ഞാൽ, ഇപ്പം 3, 5, 7 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ടേം നമ്മൾ എക്സ് എൻ കണ്ടുപിടിക്കുന്നത് a + n - 1 × d എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ എന്നിന് പകരം നമ്മളിവിടെ കെ ആണ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം 3 ആണ്, പ്ലസ് എൻ എന്ന് പറയുന്നത് കെ കൊടുക്കുന്നു, k - 1 × d എന്ന് പറയുന്നത് എത്രയാണ്? 3, 5, 7 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്. സോ 3 + k - ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 3 + k - 1 × 2 എന്നാണ് വരുന്നത്. സോ 3 + k × 2 2k - 1 × 2 2 എന്ന് വരും. സോ 2k 3 - 2 1 വരും. സോ 2k + 1 എന്ന് വരും. എങ്ങനെയാണ് 2k + 1 എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ 3, 5, 7 ഇങ്ങനെ 2k + 1 വരെ ആയിരിക്കും വരുന്നത്. സോ യു കെ + 1 എങ്ങനെ എഴുതും? യു കെ നമുക്ക് എഴുതാൻ പറ്റി. യു കെ + 1 എന്തായിരിക്കും? കെക്ക് പകരം എന്ത് വരുന്നു? k + 1 വരുന്നു. അത് ഇപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 ആഡ് ചെയ്തല്ലേ പോകുന്നത്. സോ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് കെ ആണെങ്കിൽ തൊട്ടടുത്ത് എന്തായിരിക്കും? 1 ആഡ് ചെയ്യുമ്പം k + 1 ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അത് കണക്ക് തന്നെയാണ്. 2k + 1 ആണ് ലാസ്റ്റ് ടേം എങ്കിൽ തൊട്ടടുത്ത ടേം എന്തായിരിക്കും? 2 ആഡ് ചെയ്തല്ലേ പോകുന്നത്. അപ്പോൾ 2k + 1ൻ്റെ തൊട്ടടുത്ത ടേം 2 ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 2k + 3. ഓക്കെ, അങ്ങനെയാണ് യു കെ + 1 എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത്. സോ യു കെയും യു കെ + 1ഉം നമുക്ക് കിട്ടി. നമുക്ക് റേഷ്യോ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ എന്ന് പറയുന്നത് ലിമിറ്റ് കെ ടു ഇൻഫിനിറ്റി യു കെ + 1 ഡിവൈഡഡ് ബൈ യു കെ ആണ്. ഇവിടെ യു കെ + 1ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ടേം. അതുപോലെ ഡിവൈഡഡ് ബൈ 1 × 2 × 3 അപ് ടു k ഡിവൈഡഡ് ബൈ ഇത്രയും ടേം അല്ലായിരുന്നോ വരുന്നത്. സോ നമ്മളതിനെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഡിവൈഡ് ചെയ്യാൻ ഉള്ള എളുപ്പത്തിനായിട്ട് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ എന്തായിരിക്കും വരിക? 1 × 2 × 3 അപ് ടു k എന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലേ, അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആവും. അപ് ടു k വരെ ക്യാൻസൽ. അപ്പോൾ മുകളിൽ k + 1 മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ 3 × 5 × 7 അപ് ടു 2k + 1 ഇവിടെയും ഉണ്ട്. 3 × 5 × 7 അപ് ടു 2k + 1 ഇവിടെയും ഉണ്ട്. സോ അതും ക്യാൻസൽ ആവും. അപ്പം ബാക്കിയുള്ളത് എന്ത് മാത്രമാണ്? k + 1 ഡിവൈഡഡ് ബൈ 2k + 3 മാത്രമേ കാണുള്ളൂ. സോ എൽ എന്ന് പറയുന്നത് ലിമിറ്റ് k ടു ഇൻഫിനിറ്റി k + 1 ഡിവൈഡഡ് ബൈ 2k + 3 എന്ന് വരും. സോ മുകളിൽ k കോമൺ എടുക്കുക. നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് k കോമൺ എടുക്കുന്നത്. k കോമൺ എടുക്കുമ്പോൾ അകത്ത് എന്തായിരിക്കും വരിക? k 1 ആയിരിക്കും വരിക. 1ന് k പുറത്തെടുക്കുമ്പോൾ 1/k ആയിരിക്കും
വരാം. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ 2k + 3യിൽ നിന്ന് 2kയിൽ നിന്ന് k പുറത്തെടുത്താൽ 2 കാണും, 3യിൽ നിന്ന് k പുറത്തെടുത്താൽ 3/k ആവുകയും ചെയ്യും. സോ k ക്യാൻസൽ ആവുന്നു. 1 + 1/k ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 + 3/k എന്ന് വരുന്നു. 1/k എന്ന് പറയുന്നത് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതെന്താവും 0 ആവും. അതുപോലെ 3/kയും ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ ലാസ്റ്റ് എന്ത് മാത്രമേ വരുള്ളൂ? 1/2. 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സോ അതെന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലുള്ള കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെയിം ഇതേ കണക്ക് തന്നെ ചെയ്തിരുന്നാൽ മതി. അതായത് ഇപ്പോൾ 2 × 3 × 4 ആണെന്നുണ്ടെങ്കിൽ അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും? k + 1 ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. കാരണം എന്താ? 2, 3, 4 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം k + 1 ലാസ്റ്റ് വരും. 3, 5, 7 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? 2k + 1 ആയിരിക്കും. അത് വെച്ചിട്ട് ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ 1, 2, 3 ആണ് മുകളിലെങ്കിൽ എന്തായിരിക്കും വരുന്നത്? k ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. 1, 3, 5 ആണെങ്കിൽ 2 വെച്ച് ആഡ് ചെയ്ത് പോവല്ലേ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? k + 2 ആയിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് റൂട്ട് ടെസ്റ്റ് ആണ്. റൂട്ട് ടെസ്റ്റിൻ്റെ സീരീസ് എന്ന് പറയുന്നത് അതിൽ പോസിറ്റീവ് ടേംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് വേണ്ടുന്ന ആ ഒരു ഇക്വേഷൻ ആണ്, എൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ലിമിറ്റ് k to ∞ UK⁻1/k ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കിട്ടുന്ന എൽ ലെസ് ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ സീരീസ് കൺവേർജസ്, ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ സീരീസ് ഡൈവേർജസ്, ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ കൺവേർജസ് ഓർ ഡൈവേർജസ് ആൻഡ് ഷുഡ് ഡു അനദർ ടെസ്റ്റ്. ഇപ്പോൾ ഈക്വൽ ടു 1 വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു റൂട്ട് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ k പവറായിട്ട് വരുമ്പോഴാണ്. 2k, 3k, അപ്പോൾ എന്തെങ്കിലും പവറായിട്ട് k വരുമ്പോഴാണ് നമ്മൾ റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദ റൂട്ട് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ വെദർ ദ ഫോളോയിങ് സീരീസ് കൺവേർജസ് ഓർ നോട്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് k 2 to ∞ 4k - 5 the whole divided by 2k + 1 the whole raised to k. അപ്പോൾ പവർ k അല്ലേ വന്നത്. സോ നമുക്ക് റൂട്ട് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ k ജനറൽ ടേം ആയിട്ട് എഴുതുന്നു. ആൻഡ് എൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് k to ∞ UK⁻1/k. അപ്പോൾ തന്നിരിക്കുന്ന ടേമിനെ എടുത്തെഴുതി 4k - 5 ഡിവൈഡഡ് ബൈ 2k + 1 raised to k. പിന്നെന്താണ്? ദ ഹോൾ റേസ് ടു 1/k ഉണ്ട്. അപ്പോൾ ആ ടേം ഫുൾ എഴുതിയിട്ട് ദ ഹോൾ റേസ് ടു 1/k കൊടുത്തു. ഇവിടെ പവർ kയും അതിന് പവറായിട്ട് 1/k ആണ് വന്നത്. a⁻m ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് a⁻m(n) ആണ്. സോ ഇവിടെ എന്ത് വരും? ദ ഹോൾ റേസ് ടു k ദ ഹോൾ റേസ് ടു 1/k എന്നാണ് കിടക്കുന്നത്. kക്ക് വീണ്ടും ഒരു 1/k പവറാണ് കിടക്കുന്നത്. അപ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ആകുമ്പോൾ kയും കട്ടാവും. അങ്ങനെയാണ് ഇവിടെ kയും ക്യാൻസലായി പോകുന്നത്. സോ 4k - 5 ഡിവൈഡ് ബൈ 2k - 1 മാത്രമായിരിക്കും ടേം ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് നെക്സ്റ്റ് 4k - 5ൽ നിന്ന് k കോമൺ എടുക്കുന്നു. 4kയിൽ നിന്ന് k കോമൺ എടുക്കുമ്പോൾ 4 ആൻഡ് 5ൽ നിന്ന് k കോമൺ എടുക്കുമ്പോൾ 5/k വരുന്നു. ആൻഡ് 2k + 1ൽ നിന്ന് k കോമൺ എടുക്കുമ്പോൾ 2 + 1/k എന്ന് വരുന്നു. സോ kയും ക്യാൻസൽ ആവുന്നു. ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. 5/∞ കൊടുക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും? 0 ആയി പോവും. ആൻഡ് 1/∞ കൊടുക്കുമ്പോഴത്തേക്കും അതും 0 ആയി പോവും. സോ 4/2 മാത്രമേ കാണുള്ളൂ. 4/2 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നതെങ്കിൽ ദ സീരീസ് ഡൈവേർജസ് ബൈ റൂട്ട് ടെസ്റ്റ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 ഡിവൈഡഡ് ബൈ log k + 1 the whole raised to k ആണ് ടേം വന്നിരിക്കുന്നത്. സോ നമ്മൾ റൂട്ട് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ടേമിനെ UK എന്ന് നമ്മൾ എഴുതുന്നു. സോ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇക്വേഷൻ എന്താ? ലിമിറ്റ് L എന്ന് പറയുന്നത് k to ∞ UK the whole raised to 1/k ആണ്. അപ്പോൾ UK the whole raised to 1/k എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ടേം the whole raised to 1/k. അപ്പോൾ kയും പവറിൻ്റെ പവറാകുമ്പോൾ മൾട്ടിപ്ലൈ ആണ്. k × 1/k എന്ന് പറയുമ്പോൾ kയും ക്യാൻസൽ ആവും. സോ 1/ln k + 1 മാത്രമേ വരുള്ളൂ. അപ്പോൾ UK the whole raised to 1/k എന്ന് പറയുന്നത് 1/log k + 1 എന്ന് വന്നു. സോ അതിൽ നമ്മൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുകയാണ്. ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പം ലോഗ് ഇൻഫിനിറ്റി എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്. സോ 1/∞ എന്ന് വരും. 1/∞ എന്താ? 0 എന്താണ്? ലെസ് ദാൻ 1 ആണ്. സോ ഇറ്റ് കൺവേർജസ്. ഇങ്ങനെയാണ് റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. പവർ k ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ കൺവേർജൻസ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. അതായത് ഓൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് പോസിറ്റീവ് ടേംസ് വരുന്നതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ വരാം. ഫസ്റ്റ് ടേമിന് പോസിറ്റീവ്, പിന്നെ സെക്കൻഡ് ടേം നെഗറ്റീവ്, തേർഡ് ടേം പോസിറ്റീവ്, അങ്ങനെ പോകുന്നത് ഒരു ടൈപ്പ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം നെഗറ്റീവ് ദെൻ ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് വേറൊരു ടൈപ്പ്. സോ അതിനെ നമ്മൾ ജനറലായിട്ട് എഴുതുന്നത് സിഗ്മ k = 1 to infinity -1 raised to k+1 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ -1 raised to k ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് ഒരു ജനറൽ ടേം ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഈ രണ്ട് ടൈപ്പുമാണ് പഠിക്കാനുള്ളത്. സോ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 - 1/2 + 1/4 - 1/8. അത് ഫസ്റ്റ് ടേം പോസിറ്റീവായിട്ട് വരുന്ന ഓൾട്ടർനേറ്റീവായിട്ട് നെഗറ്റീവ് വരുന്ന ഒരു സീക്വൻസ് ആണ്, അതുപോലെ സീരീസ് ആണ്. അതുപോലെ അടുത്തത് ഓൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് പോസിറ്റീവ് വരുന്ന ഫസ്റ്റ് ടേം നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് വരുന്നത്. സോ അതിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ടെസ്റ്റിന് കൺവേർജൻ്റ് ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് AK, നമ്മൾ കൊടുക്കുന്ന AK എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AK+1 ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ AKക്ക് നമ്മൾ ലിമിറ്റ് k to infinity കൊടുക്കുമ്പോൾ 0 കിട്ടണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് to show that following series converges. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. -1 the whole raised to k+1 1/k. ഇതിൽ ഈ ഒരു കണ്ടീഷൻ ഒഴിച്ച് ആ ക്വസ്റ്റ്യനിൽ വരുന്ന ടേം ആയിരിക്കും നമ്മൾ AK ആയിട്ട് എടുക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പാണ് വരുന്നത്. -1 raised to kയും -1 raised to k+1ഉം. ക്വസ്റ്റ്യനിൽ അതൊഴിച്ച് വരുന്ന ടേം ആയിരിക്കും നമ്മൾ AK ആയിട്ട് എടുത്തെഴുതുന്നത്. സോ ഇവിടെ 1/k ആണ്. ഇനി പറഞ്ഞു ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കണ്ടീഷൻ AK എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AK+1 ആയിരിക്കണം. സോ AK നമ്മൾ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന്. AK+1 എന്ന് പറഞ്ഞാൽ Kക്ക് പകരം എന്ത് വരണം? K+1 വരണം. സോ AKയും AK+1ഉം നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. AK+1 / K. അപ്പോൾ മുകളിൽ K വരും, താഴെ K+1 വരും. അപ്പോൾ മുകളിൽ ഉള്ളതിനെക്കാട്ടിയും ഒന്ന് കൂടുതലാണ് താഴെ. അതായത് ന്യൂമറേറ്ററിനെ കാട്ടിയും ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഡിനോമിനേറ്റർ വലുതാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒന്നിനെക്കാട്ടി എപ്പോഴും ചെറുതായിരിക്കും അല്ലേ? ഡിനോമിനേറ്റർ വലുതാണ് വരുന്നതെങ്കിൽ ആ ഒരു വാല്യൂ, ആ നമ്പർ എന്ന് പറയുന്നത് ഒന്നിനെക്കാട്ടിയും ചെറുതായിരിക്കും. സോ നമുക്ക് എഴുതാം AK+1 / AK എന്ന് പറയുന്നത് <1 ആയിരിക്കും. സോ ഈ AK ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? 1 × AK ആവും. സോ നമുക്ക് എന്ത് കണ്ടീഷൻ കിട്ടി? AK+1 എന്ന് പറയുന്നത് AK ആണ്. എന്ന് വെച്ചാൽ AK ആണ് വലുതെന്നല്ലേ? സോ AK ഈസ് ഗ്രേറ്റർ ദാൻ AK+1. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ AKക്ക് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0 ആണ് ഉത്തരം വരേണ്ടത്. AK എന്ന് പറയുന്നത് 1/k ആണ്. സോ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരും. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ബോത്ത് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ദ ഗിവൺ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഇസ് കൺവേർജൻ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ടേം ഒഴിച്ച് ബാക്കി വരുന്നതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? AK ആയിട്ട് എടുക്കുന്നത്. ആൻഡ് AK+1 എന്ന് പറഞ്ഞാൽ Kക്ക് പകരം K+1 വരും. സോ K+1 +1 എന്ന് പറയുന്നത് K+2 ആവും. സോ AK+1. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? AK+1 / AK ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 1/K+1 1/K+2 the whole divided by 1/K+1. അത് നേരെ ആകുമ്പോഴത്തേക്കും K+1 / K+2 എന്ന് കിട്ടും. അതെന്തായിരിക്കും? മുകളിലത്തെക്കാട്ടിയും വലിയ നമ്പറാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ ന്യൂമറേറ്ററിനെക്കാട്ടിയും വലിയ നമ്പറാണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? എപ്പോഴും <1 ആയിരിക്കും. ഇപ്പോൾ 7/8 <1 അല്ലേ? സോ <1 ആയിരിക്കും. അപ്പോൾ നമുക്ക് AK+1 / AK എന്ന് പറയുന്നത് <1 ആണ്. AK പുറത്തോട്ട് പോകുമ്പോൾ AK ഗ്രേറ്റർ ദാൻ AK+1. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ AKക്ക് ലിമിറ്റ് k to infinity ഇട്ട് കൊടുക്കുമ്പോൾ 0 വരണം. അപ്പോൾ ലിമിറ്റ് കൊടുക്കുന്നു. AK എന്ന് പറയുന്നത്
1/k+1 ആണ്. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ വരും, 0 വരും. സോ ബോത്ത് ദ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. AK ഗ്രേറ്റർ ദാൻ AK+1 ആണെന്നും ലിമിറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. സോ ബോത്ത് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. Therefore the series converges.